ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ഇക്ക, ഞാൻ പറയണ കേക്ക്. എന്നോട് പിണങ്ങല്ലേ പ്ലീസ്. നീ ഒന്ന് പോ ഋഷു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന് വെറുപ്പിക്കല്ലേ എന്ന്. ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കില്ലേ, പിന്നെ നീ ഇങ്ങോട്ട് മെസ്സേജ് ആക്കി വെറുപ്പിക്കുന്ന എന്തിനാ? സോറി ഇക്ക, നിങ്ങളെ ഓൺലൈനിൽ കാണുന്നുണ്ട്, എനിക്ക് മെസ്സേജ് ഇല്ല. ഇക്ക രാവിലെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് അന്നൊരു സുഖവും ഉണ്ടാവില്ല. നിങ്ങൾ വിളിക്കണതാണ് എനിക്കിഷ്ടം. ഞാൻ ഓൺലൈനിൽ ഉണ്ടെന്ന് കരുതി എനിക്ക് കുറെ വർക്ക് ഉണ്ട്. ഞാൻ ക്ലയൻസിനോട് സംസാരിക്കാവും, അപ്പോഴാണ് നിന്റെ കോൾ. കുറച്ച് സ്വൈര്യം എന്താ ഋഷു? എന്തോ ആഷിഖിന്റെ വാക്കുകൾ ഋഷുവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവള് പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ നിന്ന് പോയി. മുജീബ് ഖദീജ ദമ്പതികളുടെ ഏക മകളാണ് റിഷാന റാഷ്. ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു വർഷമായെങ്കിലും രണ്ടുപേരും പരസ്പരം ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. 2 മാസം കഴിഞ്ഞാൽ കല്യാണമാണ്. രണ്ടു പാളും മിക്കവാറും വഴക്കായിരിക്കും, എന്നാൽ അതിനേക്കാൾ സ്നേഹവുമുണ്ട്. ആഷിഖ് അബുദാബിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പെട്ടെന്ന് കലിപ്പാവുന്ന പ്രകൃതം, എന്നാൽ മനസ്സ് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിഷ, മോളെ. എന്താ അമ്മ? നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണേ? ആഷിമോൻ നിന്നെ വിളിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് ചാർജില്ല. എന്നാ സംസാരിക്ക്. എനിക്ക് വയ്യമ്മ, തലവേദനയാണ്, ഞാൻ കിടക്കുവാന്ന് പറ. ഒറ്റ അടി അങ്ങ് വെച്ച് തരും. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്ത് പറ്റി? രണ്ടാളും ഇന്നും തെറ്റിയോ? ഋഷി ഒന്നും പറഞ്ഞില്ല. സംസാരിക്കും മോളെ. ഉമ്മ അവൾക്ക് ഫോൺ കൊടുത്ത് പുറത്തേക്ക് പോയി. മറുതലയ്ക്കൽ ഇതെല്ലാം കേട്ട് നിസാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും ഋഷിക്കുട്ടി. വാലൈക്കും സലാം. നിങ്ങൾ സോപ്പൊന്നും ഇടണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടൂല. അയ്യോടാ, എന്റെ ഋഷിക്കുട്ടിക്ക് എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് അറിയാലോ, പിന്നെന്തിനാ ഇങ്ങനെ എന്നെ ചീത്ത പറയണേ? ഋഷി കരയാൻ തുടങ്ങി. ഡാ, കരയല്ലേടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ. സോറി പൊന്നൂസേ. നിനക്കറിയുന്നതല്ലേ ജോലിയുടെ സ്ട്രെസ് ഒക്കെ കൊണ്ട് പിരാന്ത് പിടിച്ച് നടക്കുന്ന. അതിന്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ് നിനക്ക് വിളിക്കുന്നത്. അപ്പൊ നീ കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? സോറി ഇക്ക, ഞാൻ അറിയാതെ. ഇക്ക വിളിക്കാത്തോണ്ട് സോറി. സാരല്ലടാ, നീ ഇങ്ങനെ വെറുപ്പിക്കുന്നതും എനിക്കിഷ്ടമാണ്. എന്നിട്ടാണോ എന്നെ ചീത്ത പറയുന്നത്? അതൊക്കെ ഉണ്ടാകും. പിന്നെ എപ്പോഴും നിന്നോട് പഞ്ചാര അടിച്ചു നിൽക്കാൻ പറ്റുമോ? ആണോ? എന്നാ എനിക്കൊരു ഉമ്മതാ. പിന്നെ അവരുടേതായ ലോകത്തിൽ അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ഡാ, നേരം കുറയായി, നീ കിടന്നോ. എനിക്ക് കുറച്ച് ജോലി കൂടെ ഉണ്ട്, ഞാൻ നാളെ വിളിക്കാം. വെക്കാണോ? ഇക്ക ചുമ്മാ പറയണതാ, രാവിലെ വിളിക്കൂല. ഇല്ലടാ പൊന്നൂസേ, ഞാൻ രാവിലെ വിളിക്കും. ഇല്ലേൽ ഞാൻ മിണ്ടൂല, നോക്കിക്കോ. ആടാ പൊന്നു, ഇക്ക വിളിക്കും. എന്റെ മുത്ത് ഉറങ്ങിക്കോ. ഉമ്മ. ഓക്കെ, ലവ് യു. ലവ് യു ടു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. പതിവ് പോലെ ഋഷു എഴുന്നേറ്റ് കോളേജിൽ പോകാൻ ഒരുങ്ങി. എത്ര ടൈമായിട്ടും ആഷിയുടെ കോൾ വന്നില്ല. ഋഷുവിന് സങ്കടം വന്നു. മോളെ, ചായ കുടിച്ചിട്ട് പോ. എനിക്ക് വേണ്ടൊന്നും. അവള് സങ്കടത്തോടെ കോളേജിലേക്ക് പോയി. ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി റബ്ബേ? കോളേജിൽ പോയിട്ടും ഋഷുവിന്റെ മനസ്സ് ആഷിക്ക് വിളിക്കാത്തതിലായിരുന്നു. അവള് കുറെ മെസ്സേജ് അയച്ചു. ഓൺലൈനിൽ വന്ന് പോകുന്നുണ്ടെങ്കിലും അവൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അത് അവളെ കൂടുതൽ സങ്കടപ്പെടുത്തി. അവൾ കുറെ മെസ്സേജ് അയച്ച് നെറ്റ് ഓഫ് ആക്കി. നേരം ഉച്ചയായി, ക്ലാസ് കഴിഞ്ഞു. ഇതുവരെയായിട്ടും ഇക്ക എന്താ വിളിക്കാത്തെ? ഇക്കാക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. അതല്ലേ മെസ്സേജ് റീഡാക്കി പോയത്? അവൾ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ബസ് കയറാൻ പോയി. അവളുടെ ശ്രദ്ധ മുഴുവനും ഫോണിലായിരുന്നു. ഫോണിൽ ആഷിഖിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആഷിഖിന്റെ കോൾ വന്നത്. കോൾ എടുക്കാൻ നിന്നതും എതിരെ വന്നൊരു ലോറി ഋഷുവിനെ തട്ടിത്തെറിപ്പിച്ചു പോയി. ഇക്കാ! ഋഷയുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടിക്കൂടി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അവള് തന്റെ പ്രിയതമന്റെ പേരായിരുന്നു പറഞ്ഞത്. എന്നാൽ ആശുപത്രി എത്തുന്നതിന് മുൻപ് തന്നെ അവളെ മരണം കൊണ്ടുപോയിരുന്നു. യാ അല്ലാ, ഒടുക്കത്തെ തിരക്ക് കാരണം എന്റെ കുട്ടിക്കൊന്ന് വിളിക്കാൻ പോലും പറ്റിയില്ലല്ലോ. പാവം, കുറെ മെസ്സേജ് അയച്ചു. ഇന്നിനി അവളുടെ വായിൽ ഉള്ളതൊക്കെ കേൾക്കാം. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഈ പെണ്ണിതെന്താ ഫോൺ എടുക്കാത്തെ? എന്നോട് ദേഷ്യമായിരിക്കും. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അല്ലേ അണ്ണാച്ചി? അനക്ക് ഞാൻ തരാട്ടോ. അവളുടെ ഉമ്മാന്റെ നമ്പറിലേക്ക് വിളിക്കാൻ നിൽക്കുമ്പോഴാണ് നാട്ടിൽ നിന്നും ഒരു കോൾ വരുന്നത്. കോൾ എടുത്തതും ആശി തരിച്ചു നിന്നുപോയി. പിന്നീട് ഒരു അലറലായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം കൂടെ അവനെ സമാധാനിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചു. കൂടെ ഒരാളും പോയി. ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആയിരുന്നു. ഇതേ സമയം വീട്ടിൽ മയ്യത്തെടുക്കുന്ന തിരക്കായിരുന്നു. ആഷിഖ് പള്ളിയിലേക്ക് എത്തും. മയ്യത്തെടുത്തോളൂ, കൂടി നിന്ന കാർണോരിൽ ഒരാൾ പറഞ്ഞു. മയ്യത്ത് പള്ളിയിൽ എത്തിയപ്പോഴേക്കും ആഷിഖ് അവിടെ എത്തിയിരുന്നു. കുറച്ചു പേര് ചേർന്ന് അവനെ പിടിച്ച് ഋഷുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. താൻ ഒരുപാട് കാണാൻ കൊതിച്ച മുഖം, തന്റെ റൂഹിന്റെ പാതി, ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചിട്ട് ഇപ്പോ. നിഷമോളെ നോക്ക്, നിന്റെ ഇക്ക നോക്ക്. ഡി പെണ്ണെ,
നീ എന്നെ കാണാൻ കുറെ മോഹിച്ചതല്ലേ, എന്റെ കൂടെ ജീവിക്കാൻ. ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകില്ലടി പെണ്ണെ. ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. ഋഷു നോക്കടാ. അവൻ പരിസരം മറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യില്ല. എന്നോട് ക്ഷമിക്കടാ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നീ എന്നെ വെറുപ്പിച്ചോ. ഇനി ഇക്ക വഴക്ക് പറയില്ല. ഋഷു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. ആഷിഖ് അലറി കരയാൻ തുടങ്ങി. എല്ലാവരും കൂടെ അവനെ പിടിച്ചു മാറ്റി. മയ്യത്ത് നമസ്കരിച്ച് ഖബറടക്കി. ഓരോരുത്തരായി പള്ളിയിൽ നിന്ന് പോയി തുടങ്ങി. എന്നാൽ ആഷിഖ് മാത്രം പോകാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും കുറെ നിർബന്ധിച്ചിട്ടും അവൻ പോയില്ല. അവസാനം എല്ലാവരും പോയി. അവൻ ഒറ്റയ്ക്കായി. അവൻ കുറെ സമയം ആലോചിച്ചു ഋഷുവിന്റെ സ്നേഹത്തെ പറ്റി. ഇന്നോളം തന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ച വേറൊരാൾ തന്റെ ലൈഫിലില്ലെന്ന് അവൻ അന്ന് മനസ്സിലായി. എത്ര ചീത്ത പറഞ്ഞാലും പട്ടിയെ പോലെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു, വഴക്കു പറഞ്ഞു. ഋഷു മോളെ മാപ്പ്, ഇക്കോട് പൊറുക്കണേ നീ. ഋഷുവിന്റെ കബറിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഷിഖ് അവളോട് മാപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു.